നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. SSLC +1 പരീക്ഷകൾക്ക് തുടക്കമായി. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 വിദ്യാർത്ഥികൾ. ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. തൃശൂർ ദയ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് കോമയിലായി. മൂക്കിലെ ദശ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കല്ലൂർ സ്വദേശി റാഫി ജോസാണ് കോമയിലായത്. ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വരന്തരപ്പള്ളി പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരത്തിലെ കൊമ്പുകൾ ഒടിഞ്ഞു വീണു. നടപ്പന്തലിന്റെ മേൽക്കൂരയ്ക്കും വഴിപാട് കൗണ്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്കായി ഇന്ന് ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ അവസാന 5 ദിവസങ്ങളിലും ഏകാദശി, അഷ്ടമി, രോഹിണി ദിവസങ്ങളിലുമാണ് ക്ഷേത്രത്തിൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കാറ്. തരൂർ കുരുത്തിക്കോട് പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. PP സുമോദ് MLA അധ്യക്ഷനായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ അവതരിപ്പിച്ചു. കുടിവെള്ളം, ആരോഗ്യം, സുരക്ഷ എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ടെസ്സി ജോസ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലാളി യൂണിയൻ തിരുവല്ലോമല പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. BJP ചേലക്കര മണ്ഡലം നേതൃയോഗം C സദാനന്ദൻ MP ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മണ്ഡലം പ്രസിഡന്റ് C പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാഴൂരിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കൽ, ചിറക്കൽ, ചെറുപുഴ തോട് പദ്ധതി ഈ മാസം 8-ന് യാഥാർത്ഥ്യമാകും. സംഘാടക സമിതി രൂപീകരണ യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ അധ്യക്ഷനായി. ഞായറാഴ്ചയാണ് പെരിങ്ങോട്ടുകര സോമശേഖര ഉത്സവം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 720 രൂപ കുറഞ്ഞ് 1,19,920 രൂപയായി. 4 ദിവസത്തിനിടെ പവന് കുറഞ്ഞത് 7,000 രൂപ. കാട്ടൂരിൽ ബേക്കറി ജീവനക്കാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കാട്ടൂർ യൂണിറ്റി ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന ശാന്തിഭവൻ വീട്ടിൽ ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. താന്യം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് മീന ദേവി അവതരിപ്പിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി എറിയാട് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ ബജറ്റ് അവതരിപ്പിച്ചു. പോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുങ്കര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശികളായ ചെട്ടിപ്പറമ്പ് കാരയിൽ വീട്ടിൽ ശൈലജ, ഹരിത, വലിയ വീട്ടിൽ കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിഞ്ഞനത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. SSDP സമാജം ഹാളിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഇരിങ്ങാലക്കുട ശ്രീ രുദ്രാപീഠം മഠാധിപതി മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. നഗരക്ഷേമം അടിസ്ഥാനമാക്കിയുള്ള കൊടുങ്ങല്ലൂർ നഗരസഭാ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സർക്കാരിന് വിട്ടുകൊടുത്ത വേലൂരിലെ പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ എന്നാക്കി മാറ്റിയതിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി സമരസമിതി. സ്കൂളിന്റെ പേര് സെന്റ് തോമസ് എന്ന് തന്നെ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഞായറാഴ്ച വൈകിട്ട് 4-ന് വിവിധ പള്ളികളിൽ നിന്നുള്ള ഇടവകക്കാർ എരനെല്ലൂർ പള്ളിയിൽ സംഗമിക്കും. ഗർഭാശയകള ക്യാൻസറിനെതിരെ നൽകുന്ന HPV വാക്സിൻ കുത്തിവയ്പ് മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചു. വാക്സിൻ നൽകുന്നതിന്റെ ഉദ്ഘാടനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക സംഘടനയായ ഗീതം സംഗീതം നൽകുന്ന പുരസ്കാരത്തിന് ഗോട്ടുവാദി കലാകാരി ഉഷ വിജയകുമാർ അർഹയായി. 15,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം വനിതാ ദിനമായ മാർച്ച് 8-ന് തൃശൂരിൽ സമ്മാനിക്കും.
ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ സാംസ്കാരിക അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ വനിതാമിത്രം പുരസ്കാരത്തിന് കിള്ളിമംഗലം പുൽപ്പായ നിർമ്മാണ വനിതാ സഹകരണ സംഘം അർഹമായി. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം വനിതാ ദിനമായ ഞായറാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വനിതാ കൂട്ടായ്മയിൽ സമ്മാനിക്കും. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ വനിതാ വേദിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ലോക വനിതാ ദിനമായ ഞായറാഴ്ച തൃശൂരിൽ നടക്കും. കുറുപ്പം റോഡിലെ കേരള ബാങ്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. 100 വർഷം പിന്നിടുന്ന തൃശൂർ കണിമംഗലം ശ്രീനാരായണ സ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം വെള്ളിയാഴ്ച നടക്കും. ശ്രീനാരായണ ഓൾഡ് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുന്നംകുളം സബ് ട്രഷറി കെട്ടിടം തുറന്നു നൽകി. CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലത്ത് മുള്ളൻ പന്നിയെ കെണിവെച്ച് പിടിച്ച യുവാവിനെ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചർ അറസ്റ്റ് ചെയ്തു. മരൊട്ടിച്ചാൽ സ്വദേശി വടക്കാഞ്ചേരി വീട്ടിൽ അനീഷാണ് അറസ്റ്റിലായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.